Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Manohar Jewellery's Jewel House, Jewel Junction, Payyanur. Arabian Jewelers, Payyanur and Trikkaripur. Kalarakal's Gold Park, Payyanur. White House, National Highway, Chirvattur, Anchulikara. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. 2 പതിറ്റാണ്ടുകൾ പിന്നിട്ട മേരി മാത ഇംഗ്ലീഷ് സ്കൂൾ പിലാത്തറ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ് ജനതാ പാൽ, ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി നടക്കും. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ അനശ്വരതയിലേക്ക്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. ഏത് എതിർപ്പുകൾ ഉണ്ടായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. പാപ്പിനിശ്ശേരിയിലെ കണ്ടൽ പാർക്ക് വീണ്ടും തുറക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വികസന കുതിപ്പിൽ മലയോരം. ഈസ്റ്റ് എലേരി പഞ്ചായത്തിൽ മാത്രം LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചത് 150 കോടിയോളം രൂപ. ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർത്തറിയിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തുന്നു. പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കളും മെഴി തുറന്നു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. കേരളത്തിൽ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 23 നടക്കും. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരുമാറ്റച്ചട്ടവും ഞായറാഴ്ച നിലവിൽ വന്നു. ഏപ്രിൽ 11 ഒന്നാം ഘട്ടം, ഏപ്രിൽ 18 രണ്ടാം ഘട്ടം, മൂന്നാം ഘട്ടം ഏപ്രിൽ 23 മുതൽ കേരളം ഉൾപ്പെടെയും, 4ാം ഘട്ടം ഏപ്രിൽ 29, 5ാം ഘട്ടം മെയ് 6, 6ാം ഘട്ടം മെയ് 12, 7ാം ഘട്ടം മെയ് 19 എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. മെയ് 23 വോട്ടെണ്ണലും നടക്കും. സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. എല്ലാ പോളിംഗ് ബൂത്തിലും VVPAT സംവിധാനം ഉപയോഗിക്കും. രാജ്യത്ത് 90 കോടി വോട്ടർമാരാണുള്ളത്. ഇവർക്ക് വേണ്ടി 10 ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഒരുക്കുക. രാത്രി 10 മുതൽ രാവിലെ 6 വരെ ഉച്ചഭാഷിണികൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ നിശ്ചയിച്ചതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പെരുമാറ്റച്ചട്ടവും ഞായറാഴ്ച മുതൽ നിലവിൽ വന്നു. കേരളത്തിൽ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം 1 മാസം കഴിഞ്ഞായിരിക്കും ഫലം വരിക. 20 സീറ്റുകളുള്ള കേരളത്തിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. 28-നായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കുക. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 5 സൂക്ഷ്മ പരിശോധനയും 8-ാം തീയതി പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതിയുമാണ്. വിഷു, ഈസ്റ്റർ എന്നിവ കഴിഞ്ഞ് നോമ്പുകാലത്തിന് മുൻപായി വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കരുതിയിരുന്നെങ്കിലും വോട്ടെടുപ്പ് 3ാം ഘട്ടത്തിലായതോടെ പ്രചരണത്തിന് കൂടുതൽ സമയം ലഭിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രചരണം കൂടുതൽ സജീവമാക്കുന്നതിനും പുതിയ അടിയൊഴുക്കുകൾക്കും ഇത് സാധ്യതയും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ അനശ്വരതയിലേക്ക്. ഫോക്ലോറിന്റെ കുലപതിക്ക് അന്ത്യോപചാരമർപ്പിക്കാൻ നിരവധി പേരാണ് കുന്നരുവിലെ ഇല്ലത്തെത്തിയത്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാനും നാടോടി വിജ്ഞാനിയും പണ്ഡിതനുമായ ഡോക്ടർ വിഷ്ണു നമ്പൂതിരിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മരണവാർത്തയറിഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരം മുതൽക്കേ കുന്നരുവിലെ ഇല്ലത്തേക്ക് ജനപ്രവാഹമായിരുന്നു. പ്രമുഖരും മാസ്റ്ററുടെ ബൃഹത്തായ സുഹൃത്ത് വലയത്തിൽപ്പെട്ടവരും ശിഷ്യന്മാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് വീട്ടിലെത്തിച്ചേർന്നത്. ഞായറാഴ്ച രാവിലെയോടെ ആരംഭിച്ച പൊതുദർശനത്തിൽ കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കേരള ഫോക്ലോർ അക്കാദമിക്കും വേണ്ടി ഫോക്ലോർ അക്കാദമി നിർവാഹക സമിതി അംഗവും MLAയുമായ TV രാജേഷ് അന്ത്യോപചാരം അർപ്പിച്ചു. സി കൃഷ്ണൻ MLA, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TI മധുസൂദനൻ,
അഡ്വക്കേറ്റ് പി സന്തോഷ്, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, ബി സജിത് ലാൽ തുടങ്ങിയവരും ഫോക്ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ, സെക്രട്ടറി കീച്ചേരി രാഘവൻ, പ്രൊഫസർ ലിസി മാത്യു, പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ്, ഇബ്രാഹിം വെങ്ങര തുടങ്ങിയവരും അന്ത്യോപചാരം അർപ്പിച്ചു. ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന രചനകളായിരുന്നു വിഷ്ണു നമ്പൂതിരി മാസ്റ്ററുടെ കൈമുതലെന്നും ഫോക്ലോർ മേഖലയിലെ കാരണവരെയാണ് നഷ്ടമായതെന്നും ഇബ്രാഹിം വെങ്ങര പ്രതികരിച്ചു. നാടോടി കഥകളെക്കുറിച്ച് ഇത്രമാത്രം പഠനം നടത്തിയ മറ്റൊരു മനുഷ്യൻ മലയാളത്തിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. സംശയം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. 19ഓളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തെയ്യത്തെക്കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചും പൂരം, അങ്ങനെ ഈ നാടൻ കലകളെക്കുറിച്ച് ഗഹനമായി ഇത്രമാത്രം എഴുതിയ മറ്റൊരു എഴുത്തുകാരൻ മലയാളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ വളരെയധികം കുടുംബത്തിൽ നിന്ന് ഒരു കാർന്നൂര് പോയ പോലെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ ഒരു ഗുരുവില്ലാത്തതുപോലുള്ള ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഉച്ചയ്ക്ക് 12 മണിയോടെ നടന്ന സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി IAS പങ്കെടുത്തു. ആദരസൂചകമായി ഗാർഡ് ഓഫ് ഓണറും നടന്നു. തുടർന്ന് വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിലും മന്ത്രി പങ്കെടുത്തു. തെയ്യം മ്യൂസിയത്തിന്റെ ആശയത്തിൽ ആദ്യം ബന്ധപ്പെട്ടത് മാസ്റ്ററെയാണെന്നും ഈ മേഖലയിൽ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് മാഷുടേതെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരിച്ചു. ഗുരുതുല്യമായ നിർവിശേഷമായ ബന്ധം പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ സൃഷ്ടികൾ. തെയ്യം മ്യൂസിയം എൻ്റെ വകുപ്പിൽ പെട്ടതാണ്. പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ്. തെയ്യം മ്യൂസിയം ആരംഭിക്കുന്നതിന് പ്രചോദനപരമായി സഹായിച്ച് ഒരുപാട് നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ വകുപ്പുമായി ബന്ധപ്പെടുന്ന പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ അനൗപചാരികമായ ഒരുപാട് സംഭാഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതെല്ലാം പ്രയോജനപ്പെടുത്തി പുതിയ സംരംഭങ്ങൾക്ക് സമാരംഭം കുറിക്കണമെന്ന ഒരാശയം മനസ്സിൽ സൂക്ഷിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം വല്ലാതെ ഒരു വേദന സൃഷ്ടിക്കുന്നത്. വിവിധ ചടങ്ങുകൾക്ക് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഫോക്ലോറിന്റെ കുലപതിയെ നാട് യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഫോക്ലോറിന്റെ കുലപതിയെയാണ് മിത്തലെ വട്ടപ്പറമ്പത്തില്ലത്ത് വിഷ്ണു നമ്പൂതിരി എന്ന ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയുടെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. 8 പതിറ്റാണ്ട് നീണ്ട ജീവിത സബരിയിൽ ഒരു ജനതയുടെ പൈതൃകത്തെയാണ് മാഷ് വരും തലമുറയ്ക്കായി ശേഖരിച്ചു വെച്ചത്. തെയ്യത്തെ ആഘോഷമാക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അത്ര കണ്ട് ഉൾക്കൊള്ളാനാവണം എന്നില്ല ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരിയെയും അദ്ദേഹം നടന്നു തീർത്ത വഴികളും. വൈദ്യുതി പോലും വ്യാപകമാകാതിരുന്ന കാലഘട്ടത്തിൽ ഓലച്ചൂട്ടിന്റെ വെട്ടത്തിൽ കാവുകളും ക്ഷേത്രങ്ങളും തറവാട്ടമുറ്റങ്ങളും കയറിയിറങ്ങി ഈ മനുഷ്യൻ സുരുക്കൂട്ടിയത് ഒരു പ്രദേശത്തിന്റെ, ഒരു ജനതയുടെ പൈതൃകമാണ്. തെയ്യപ്രപഞ്ചത്തിലേക്ക് ഒരു തവണയെങ്കിലും സഞ്ചരിച്ചിട്ടുള്ളവർ ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയെയും അദ്ദേഹത്തിന്റെ അക്ഷരങ്ങളെയും അറിയാതിരിക്കുകയില്ല. അത്രയേറെ ലയിച്ചു ചേർന്നിട്ടുണ്ട് ഈ മനുഷ്യൻ തെയ്യപ്രപഞ്ചത്തിൽ. ഭാഷാഭേദമന്യേ ഫോക്ലോർ എന്ന പദം വ്യാപകമായപ്പോൾ പച്ചമലയാളത്തിൽ നാടോടി വിജ്ഞാനീയം എന്നൊരു ബദൽ പദം കണ്ടെത്തുകയും പ്രചാരം നൽകുകയും ചെയ്തു എന്നത് 8 പതിറ്റാണ്ടോളം നീണ്ട മാഷുടെ ജീവിതയാത്രയിലെ ഒരു ഏട് മാത്രം. പ്രധാനമായും തെയ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും അവിടെ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല മാഷുടെ സഞ്ചാരപഥം. വടക്കേ മലബാറിൽ ആരംഭിച്ച യാത്ര ദേശാന്തര ഭേദമില്ലാതെ തുടർന്നു. തോറ്റംപാട്ടുകൾ ഒരു പഠനം, നമ്പൂതിരി ഭാഷാ ശബ്ദകോശം, ഫോക്ലോർ നിഘണ്ടു, വടക്കൻ പാട്ടുകൾ ഒരു പഠനം, തെയ്യവും തിറയും, നാടോടി വിജ്ഞാനീയം, പൂരക്കളി, തെയ്യം, കേരളത്തിലെ നാടൻ സംഗീതം, ഫോക്ലോർ ചിന്തകൾ, നാടൻ കല, നാടൻ പാട്ടുകൾ, മാന്ത്രിക വിജ്ഞാനം, ഫോക്ലോറും ജനസംസ്കാര പഠനവും, ഗവേഷണ പ്രവേശിക, നാടൻ പാട്ടുകൾ മലയാളത്തിൽ തുടങ്ങി മാഷുടേതായി പിറവിയെടുത്ത 60ഓളം പുസ്തകങ്ങൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കേരള സർക്കാരിൻ്റെ PK കാളൻ പുരസ്കാരം, കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സീനിയർ ഫെലോഷിപ്പ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. തെയ്യവും തോറ്റവും മാത്രമല്ല, വൈദ്യവും കളികളും മന്ത്രവാദവും അഭിവാദനക്രമങ്ങളും ഭക്ഷണവും ആചാരങ്ങളും കുടുംബഘടനയും
ദായക്രമങ്ങളും വീടു നിർമ്മാണവും സഞ്ചാര രീതികളും വരെ കേരളീയ ജീവിതത്തിന്റെ അടിവേരുകളിൽ നിന്നും സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നേരിട്ടറിഞ്ഞ് നമ്മുടെ പരിണാമ ചരിത്രത്തെയാണ് മാഷ് കോറിയിട്ടത്. തെയ്യത്തെ ജനകീയമാക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കുന്നതിൽ മാഷ് കർക്കശക്കാരനായിരുന്നു. 80 വർഷക്കാലം നീണ്ട ഒരു ജീവിതം അണിയറയിലേക്ക് മടങ്ങുമ്പോൾ വരുന്ന തലമുറയ്ക്കായി ഒരു സംസ്കാരത്തെ തന്നെ ശേഖരിച്ചു വച്ചാണ് വിഷ്ണു നമ്പൂതിരി മാഷ് യാത്രയാകുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരിയുടെ നിര്യാണത്തിൽ കുന്നരുവിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. സി കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. ഒരു മൗലിക ഗവേഷകൻ എന്നുള്ള നിലയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുക എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു 10-30 കൊല്ലം ആ അമ്പത്തായ ജീവിതവുമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യാനും അതുപോലെ അനുഭവങ്ങളെ ഒന്ന് യോജിപ്പിക്കാനും. സംസ്കാര ചടങ്ങിന് ശേഷം കുന്നരുവിലെ വീട്ടുപരിസരത്താണ് സർവകക്ഷി അനുശോചന യോഗം ചേർന്നത്. സി കൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫോക്ലോർ അക്കാദമി സെക്രട്ടറി കീച്ചേരി രാഘവൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, കൃഷ്ണൻ നടുവിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേർ അനുശോചന യോഗത്തിൽ സംബന്ധിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഏത് എതിർപ്പുകൾ ഉണ്ടായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. പാപ്പിൻശ്ശേരിയിലെ കണ്ടൽ പാർക്ക് അടച്ചുപൂട്ടി അതിലൂടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമാവുകയാണ് ചെയ്തത്. പാർക്ക് വീണ്ടും തുറക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ. ഇരിണാവ് വീവേഴ്സ് സൊസൈറ്റി ISO സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നു അവർ പറയുന്നത് അങ്ങനെ ഒരു കടലാസും ഇല്ല, ഒന്നുമില്ല, റിക്കാർഡും ഇല്ല, പോസ്റ്റ് കാർഡും ഇല്ല, ട്രെയിനിങ് സെന്ററും. അപ്പൊ അവസാനം ഞങ്ങളിപ്പോ കേരള വ്യവസായ വകുപ്പ് പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ വേണ്ട, ഞങ്ങളുടെ ഭൂമി തിരിച്ചു തന്നാൽ, ഞങ്ങളുടെ ഭൂമി തിരിച്ചു തന്നാൽ ഞങ്ങൾ എന്തെങ്കിലും വ്യവസായം തുടങ്ങിക്കോളാം എന്നുള്ളതെല്ലാം ഭൂമിക്ക് വേണ്ടി തിരിച്ചാവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തെ കണ്ടൽക്കാടുകൾ മുറിച്ചു മാറ്റാൻ അവർക്ക് അനുവാദമുണ്ടെന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാപ്പിനിശ്ശേരിയിലെ കണ്ടൽ പാർക്ക് അനാവശ്യമായ കോലാഹലങ്ങൾ സൃഷ്ടിച്ചാണ് അടച്ചുപൂട്ടിയത്. ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങളുമായി വ്യവസായ വകുപ്പ് മുന്നോട്ടു പോകും. കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലത്ത് വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കും. അതിനായി സ്ഥലം കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും തിരികെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ കോസ്റ്റ് ഗാർഡ് അക്കാദമി തുടങ്ങാൻ ആവശ്യമായ യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും EP ജയരാജൻ പറഞ്ഞു. TV രാജേഷ് MLA അധ്യക്ഷനായി. K അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ, K ചന്ദ്രൻ, KV ബാലകൃഷ്ണൻ, അരക്കൻ ബാലൻ, P അനിൽകുമാർ, KP ജയരാജൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വികസന കുതിപ്പിൽ മലയോരം. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ മാത്രം LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചത് 150 കോടിയോളം രൂപ. 2 ദിവസങ്ങളിലായി പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്നത് 3 മേജർ റോഡുകളുടേതാണ്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് ഉണക്കമീൻ ചുട്ടതും കപ്പയും ചക്കയുമൊക്കെ തിന്ന് വിശപ്പടക്കി മണ്ണിനെ പൊന്നാക്കി മാറ്റിയ മലയോര കർഷകന്റെ വികസന സ്വപ്നം സാക്ഷാത്കരിച്ചത് ഈ 2 വർഷത്തിനിടയിലാണ്. മലമടക്കുകളുടെ താഴെ വന്ന് പലവിധ സാധനങ്ങളും വാങ്ങി തലച്ചുമടായി മണിക്കൂറുകളോളം കാൽനട യാത്ര ചെയ്ത് മലമുകളിലെത്തിയ കർഷകർക്ക് ഇന്ന് ഓട്ടോറിക്ഷകളിലും മോട്ടോർ സൈക്കിളുകളിലുമായി വീട്ടുമുറ്റത്തെത്താം. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ MLA MP ഫണ്ടിൽ നിന്നും മാത്രമായി 150 കോടിയോളം രൂപയാണ് വികസന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് മലയോരത്തെത്തിയത്. റോഡ് വികസനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കുമായാണ് ഈ തുക അനുവദിക്കപ്പെട്ടത്. ഈസ്റ്റ് എളേരിയിലേക്ക് കടന്നാൽ പ്രധാനപ്പെട്ട ഒരു റോഡ് പോലും ഗതാഗത യോഗ്യമല്ലാത്തതായി കാണാൻ കഴിയില്ല. ചിറ്റാരിക്കാൽ കമ്പല്ലൂർ പെരളം റോഡിന്റെ പ്രവൃത്തിക്കായി 18 കോടി 60 ലക്ഷം രൂപയും, ചെറുപുഴ പാറക്കടവ് കടുമേനി റോഡിന് 1 കോടി 30 ലക്ഷം രൂപയും, ചിറ്റാരിക്കാൽ കുന്നുങ്കൈ റോഡിന് 14 കോടി രൂപയും, ചെറുവത്തൂർ നല്ലോമ്പുഴ റോഡിന് 52 കോടി രൂപയും, കോളിച്ചാൽ മുതൽ ചെറുപുഴ വരെയുള്ള മലയോര ഹൈവേക്ക് 82 കോടി രൂപയും തുടങ്ങി മിക്കവാറും എല്ലാ റോഡുകളും നവീകരിക്കുന്നതിനായി പണം അനുവദിക്കുകയും അതിൽ മിക്ക പ്രവൃത്തിയുടെയും പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിനകത്ത് മുൻകാലങ്ങളിൽ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഫണ്ടുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. 2-3 പാലങ്ങൾ മാത്രമാണ് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 1000 ദിവസങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് ചരിത്രപരമായിട്ടുള്ള ഒരു മുന്നേറ്റം വികസനത്തിന്റെ കാര്യത്തിൽ
രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാത്ത ജനകീയ വികസന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വികസന കുതിപ്പ് ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞ LDFിന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള സപ്പോർട്ട് പ്രശംസിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ചിറ്റാരിക്കാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കെട്ടിട നിർമ്മാണത്തിനായി 3 കോടി രൂപയും കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 5 കോടി രൂപ അനുവദിച്ചതിൽ 1 കോടി രൂപയുടെ പ്രവൃത്തി പൂർത്തിയാക്കുകയും ചെയ്തു. ബാക്കി കെട്ടിടങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ അടുത്ത കാലങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ നമ്മുടെ മലയോര മേഖലയുടെ വികസനത്തിൻ്റെ ഒരു കുതിച്ചു ചാട്ടമാണ് ഈ കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ ഈ 1000 ദിനം പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനിയും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും കാഴ്ചപ്പാടുകളോടും കൂടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വികസന നായകൻ നമ്മുടെ പ്രിയങ്കരനായ MLA രാജഗോപാലൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വരും കാലങ്ങളിൽ കൂടുതൽ നമുക്ക് അനുഭവപ്പെടും. അതിന് നമുക്ക് കാത്തിരിക്കാം. മലയോര മേഖലയുടെ വികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ഈസ്റ്റലേരി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 1000 ദിവസക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രാജഗോപാലൻ MLAയും MPയും എല്ലാം മുൻകൈയെടുത്തുകൊണ്ട് 150 കോടിയിലധികം വരുന്ന രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതും തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിനകത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികളുടെ ഭാഗമായി മലയോര മേഖലയിൽ ഈ വൻ മുന്നേറ്റം ഉണ്ടാകുന്നതിന് വിധാനമായ തരത്തിലുള്ള ഏറ്റവും വലിയ സഹായകരമായിട്ടുള്ള നിലപാടാണ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കുന്ന ജനകീയ വികസന മുന്നണിയെല്ലാം ചേർന്നുകൊണ്ട് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും എല്ലാവരാലും അപമാനിക്കപ്പെടുന്ന മലയോര ജനതയെ പരിഗണിക്കുകയും ഇന്നാടിനെ പുരോഗതിയിലെത്തിക്കുകയും ചെയ്ത സർക്കാരിനെ രാഷ്ട്രീയ ജാതിമതഭേദമന്യേ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. മലയോര കർഷകന്റെ വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് മലയോരത്തുകാർ. ഈസ്റ്റലേരിയിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി മനോജ് ചെറുപുഴ. രാജ്യത്ത് മോദി ഭരണം അവസാനിപ്പിക്കണമെന്ന് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് യോഗം KPCC സെക്രട്ടറി KL പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ബഹുമാനായ നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനമാണ്. വളരെ ടൈറ്റ് പ്രോഗ്രാമാണ്. അദ്ദേഹം രാവിലെ കൊച്ചിയിൽ നിന്നും തൃശ്ശൂർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ഒരു മത്സ്യത്തൊഴിലാളി പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്ന് വയനാട്ടിൽ വന്ന് രാജ്യത്തിന്റെ മതേതര സ്വഭാവം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മോദി ഭരണം അവസാനിപ്പിക്കുന്നതിന് കോൺഗ്രസ് വിജയിക്കണമെന്ന് KPCC സെക്രട്ടറി KL പൗലോസ് പ്രസ്താവിച്ചു. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റുമാരായ PK ഫൈസൽ, KK രാജേന്ദ്രൻ, KPCC അംഗം KV ഗംഗാധരൻ, DCC സെക്രട്ടറി KP പ്രകാശൻ, മഹിളാ കോൺഗ്രസ് നേതാവ് TK സുബൈദ, PV കണ്ണൻ നായർ, K വിജയൻ, K കുഞ്ഞമ്പു, K ശ്രീധരൻ, T കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭൂമിയിൽ മാസങ്ങൾ പഴക്കം തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തി. സംഭവത്തിൽ ചീമേനി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അത്തൂട്ടിയിലുള്ള ഭൂമിയിലെ പാറപ്രദേശത്താണ് 1 മാസം പഴക്കമുള്ളതെന്ന് തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷനിലെത്തിയവർ ചീമേനി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിൽ കൈലിത്തുണിയുടെ അംശം കണ്ടെത്തിയതോടെ ഇത് പുരുഷന്റെ മൃതദേഹമാകാമെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹാവശിഷ്ടം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മറ്റു വിവരങ്ങൾ വിശദീകരിക്കാൻ സാധ്യമാകുകയുള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി. ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർത്തറിയിച്ച് കൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തുന്നു. പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കളും മെഴുതുറന്നതോടെ വടക്കൻ കേരളത്തിലെ കന്യകമാർ വരവേൽക്കാനായി പൂക്കൾ തേടിയിറങ്ങി. മീനമാസത്തിലെ കാർത്തിക നാൾ തൊട്ട് പൂരനാൾ വരെയുള്ള 9 നാളുകൾ ഹൈന്ദവ ഭവനങ്ങളിൽ വ്രതശുദ്ധിയുടെ പൂമണമുയരും. കൈലാസനാഥന്റെ കോപാഗ്നിയിൽ എരിഞ്ഞമർന്ന കാമദേവനെ പൂജിക്കുന്ന കന്യകമാരുടെ ഉത്സവമാണ് പൂരം.
ഐശ്വര്യദായിനിയായ ലക്ഷ്മി ദേവിയെ കുടിയിരുത്തി ചേട്ടയെ ആട്ടിയകറ്റുമ്പോൾ പുറത്ത് പൂവിട്ട് ആ ദേവതയെ പൂജിക്കുന്ന സംസ്കാരവും പൂരോത്സവത്തിൽ കാണാം. കാർത്തിക നാൾ മുതൽ പൂരം നാൾ വരെയുള്ള പൂരം വ്രതമാണ് പ്രധാന ചടങ്ങ്. കന്യകമാരും പിഞ്ചുകുട്ടികളും തറവാട്ടിലെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും പൂക്കൾ വാങ്ങി കാമദേവനെ നേദിക്കുന്ന ചടങ്ങ് 9 നാൾ നീണ്ടു നിൽക്കും. പൂജാമുറി, കിണർ, കുളം എന്നിവയുടെ കരകളിലും പൂവിട്ടു വരുന്നു. ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട കാട്ടിലും പാറപ്രദേശങ്ങളിലും കണ്ടുവരുന്ന നരയൻ പൂവ് അഥവാ കട്ടപ്പൂക്കളാണ് പൂരോത്സവത്തിന്റെ പ്രധാന പൂവ്. മുരിക്കിൻ പൂവ്, എരിക്കിൻ പൂവ്, പാലപ്പൂവ്, ചെമ്പകപ്പൂവ് തുടങ്ങിയവയുടെയെല്ലാം ഗന്ധാനുഭൂതി കൂടിയാണ് ഈ പൂജയിലുള്ളത്. പൂരോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂരക്കളി. നാട്ടിലെ ബാല്യക്കാർ നിലവിളക്കിന് ചുറ്റും പൂരപ്പാട്ടും പാടി ചുവടുവെക്കുന്നതാണ് പൂരക്കളി. പൂരനാളുകളിൽ തറവാടുകളിൽ പൂക്കൾ കൊണ്ട് കാമദേവന്റെ രൂപം നിർമ്മിക്കും. ഭക്തിയാദരപൂർവ്വം നടക്കുന്ന കാമിനെ അയക്കൽ ചടങ്ങും ശ്രദ്ധേയമാണ്. 9 ദിവസം കാമിന് നേദ്യം ചെയ്ത പൂവും കാമരൂപവും വിളക്കും തളികയുമേന്തി നേരത്തെ കാലത്തെ വരണേ കാമ എന്ന ഉണർത്തുപാട്ടോടെ പാൽവൃക്ഷ ചുവട്ടിൽ സമർപ്പിക്കുന്ന ചടങ്ങാണ് കാമിനെ അയക്കൽ ചടങ്ങ്. ക്ഷേത്രങ്ങളിലും കാവുകളിലും ഈ ദിനങ്ങളിൽ പൂരക്കളി, മറത്തുകളി എന്നിവയും അരങ്ങേറും. തറവാടുകൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറിയതോടെ പുതുതലമുറയിലെ പിഞ്ചോമനകൾക്കും കന്യകമാർക്കും പൂരോത്സവം ഇന്ന് പഴമകളിലെ കേട്ടുകേൾവി മാത്രമായ വെറും ഓർമ്മകൾ മാത്രമാകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ഉത്തര മലബാറിലെ വസന്തോത്സവമായ പൂരത്തിന് മുന്നോടിയായി അന്നൂർ തലയന്നേരി പൂമാല ഭഗവതി ക്ഷേത്രത്തിൽ പന്തലിൽ പൊന്നുവയ്ക്കുന്ന ചടങ്ങ്. ഭക്തിനിർഭരമായ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്തര മലബാറിലെ ദേവീക്ഷേത്രങ്ങളും കാവുകളും ഇനി പൂരക്കളിയുടെയും മറത്തുകളിയുടെയും ശ്രുതിതാളങ്ങളാൽ മുഖരിതമാകും. അന്നൂർ ശ്രീ പൂമാല ഭഗവതിക്കാവിൽ പൂരോത്സവത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ പരിശീലന പന്തലിൽ പൊന്നുവെക്കൽ ചടങ്ങും നടന്നു. പന്തലിന്റെ കന്നിമൂലയിൽ അരിയിട്ട തളികയിൽ പൂഴ്ത്തിവെക്കുന്ന സ്വർണ്ണ നാണയത്തിന്റെ കിടപ്പ് നോക്കിയാണ് ലക്ഷണങ്ങൾ പറയുന്നത്. ക്ഷേത്ര സ്ഥാനികരും പൂരക്കളിപ്പണിക്കരും കളിക്കാരും കൂട്ടായിക്കാരും സന്നിഹിതരായിരുന്നു. പ്രശസ്ത പൂരക്കളിപ്പണിക്കരായ കൊയോങ്കര ഭാസ്കരൻ പണിക്കർ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വടക്കൻ കേരളത്തിലെ പൂരോത്സവം ഏറെ വൈകി സമാപിക്കുന്നതും അന്നൂർ ശ്രീ പൂമാല ഭഗവതി കാവിലാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് അന്നൂർ തലയന്നേരി പൂമാല ഭഗവതിക്കാവിലെ വലിയ കഞ്ഞി വഴിപാട്. പൂരാഘോഷത്തിന്റെ തുടക്കമായ കാർത്തിക നാളിന് മുമ്പേയുള്ള 16 ദിവസങ്ങളിലെ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് വലിയ കഞ്ഞി നടത്തുന്നത്. വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചടങ്ങാണ് വലിയ കഞ്ഞി. സന്താന സൗഭാഗ്യം ലഭിക്കാൻ നേരുന്ന പ്രാർത്ഥനയാണിത്. പൂരാഘോഷത്തിന്റെ തുടക്കമായ കാർത്തിക നാളിന് മുമ്പേയുള്ള 16 ദിവസങ്ങളിലെ ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഈ വഴിപാട് നടക്കുന്നത്. ജാതി ചിന്തകളില്ലാതെ ക്ഷേത്രം നൽകുന്ന വിവരമനുസരിച്ച് അരി, ചക്ക, ചേന, പച്ചക്കായ, മത്തൻ, വെള്ളരി, മാങ്ങ, തേങ്ങ, എണ്ണ, തൈര് തുടങ്ങിയ വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങൾ സമീപമുള്ള വീടുകളിൽ നിന്നും എത്തിക്കും. അവിടെ നിന്നും സ്ത്രീകൾ എടുത്തുപിടിച്ച് വരവ് എന്ന ചടങ്ങിലൂടെ ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നു. ക്ഷേത്രനടയിലെത്തിയ വിഭവങ്ങൾക്ക് അന്തിതിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധി വരുത്തുന്നു. തുടർന്ന് വിഭവങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കോയ്മമാർക്കും ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത്. മുൻകാലങ്ങളിൽ 101 സേർ പുഴുക്കലരിക്കനുസരിച്ചാണ് വിഭവങ്ങൾ എത്തിക്കുന്നത്. ഇപ്പോൾ 20 സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട്. ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ, കടല, ചേന ചേർത്തുള്ള കറിയും പച്ച മാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിൽ ഉണ്ടാകും. ഓരോ വർഷവും മീനമാസത്തിലെ 4 or 5 ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി വഴിപാട് നടത്താറുള്ളൂ. ആ പ്രാർത്ഥന എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ചെയ്യുന്നതാണ്. ബാക്കി ഇതര സമുദായത്തിലുള്ളവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെത്തിയ ഒരു വീട്ടിൽ നിന്ന് ആണ് എത്തി പിടിച്ച് കൊണ്ടുവരേണ്ടത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ മറ്റുള്ള അരി, അതിൻ്റെ ചക്ക, മാങ്ങ, വെക്കിരിക്ക, മത്തൻ, അല, കായ്, വെള്ളരിക്ക എല്ലാ സാധനങ്ങളും കൂടിയാണ് ഇവിടെ എത്തിക്കഴി. അപ്പോൾ അത് എത്തിച്ച് ഇവിടെ കൊണ്ടുവന്ന് പടിയിലില്ലേ അവർക്ക്
അരിയുടെ അളവ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അരി നമ്മൾ എടുത്ത് വെച്ച് വൈകുന്നേരം 3 മണിക്ക് അത് കൊടുക്കുന്നതാണ് കളി കഴിഞ്ഞതിന് ശേഷം. ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി ഇന്ന് കൂട്ടമായി എത്തിക്കഴിക്കുന്ന പ്രസാദമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. 10 രൂപ നാണയം പുറത്തിറങ്ങിയിട്ട് 10 വർഷമായി. 10ാം വാർഷിക ദിനത്തിൽ 20 രൂപ നാണയത്തിന്റെ രൂപരേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി. പുതിയ 20 രൂപയുടെ നാണയവും വരുന്നു. 10 രൂപ നാണയത്തിന്റെ 10ാം വാർഷിക ദിനത്തിലാണ് 20 രൂപ നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. 10 രൂപ നാണയം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച ഒന്നാണ്. 3-4 എണ്ണം എടുത്തു നടക്കുക എന്നത് തന്നെ ഏറെ പ്രയാസകരമായ കാര്യമാണ്. പലരും 10 രൂപ നാണയം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പിറകെ ഇനി 20 രൂപയുടെ നാണയം കൂടി പുറത്ത് വിനിമയത്തിനെത്തുമ്പോൾ അത് ജനം എങ്ങനെ സ്വീകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. KPSTA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ PT രമേശൻ മാസ്റ്റർ അനുസ്മരണവും യാത്രയപ്പ് സമ്മേളനവും കൃപേഷ് ശരത്ലാൽ കുടുംബസഹായ ഫണ്ട് വിതരണവും നടത്തി. ചെറുവത്തൂർ ഹൈലൈൻ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന PT രമേശൻ മാസ്റ്റർ അനുസ്മരണം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. PT രമേശൻ മാസ്റ്റർ അനുസ്മരണം, സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള യാത്രയയപ്പ്, പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ എന്നിവരുടെ കുടുംബസഹായ ഫണ്ട് വിതരണം എന്നിവ നടന്നു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ PT രമേശൻ മാസ്റ്റർ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അപ്പോഴാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സാമൂഹ്യ ബന്ധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, ഈ സർക്കാരിനെതിരെയുള്ള അധ്യാപക പക്ഷ നിലപാടുകളുമായിട്ടുള്ള നമ്മുടെ സമരങ്ങൾ, ഇതൊക്കെ കേരളത്തിന്റെ അധ്യാപന സ്കൂളിൽ ഇടം പിടിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. നാം നടത്തിയ ജ്യോതിർഗമയ ജാഥ, നിങ്ങൾ കാസർഗോഡ് ജില്ലയിലാണ് അതിന്റെ പ്രയാണം ആരംഭിച്ചത്. നമ്മുടെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ TK വിജയൻ മാഷി നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി കുഞ്ഞിക്കണ്ണൻ കരിച്ചയുടെയും അന്നത്തെ സെക്രട്ടറി തോമസിന്റെയും നേതൃത്വത്തിൽ നൽകിയ പുഷ്പളമായ ആ സ്വീകരണവും ഉദ്ഘാടനവും ഞാൻ മറക്കുന്നില്ല. നമ്മുടെ ജാഥയ്ക്ക് കിട്ടിയ വലിയ മൈലേജ് KPSC പ്രസിഡന്റ് ജാഥ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ വന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും എന്തേ ഞങ്ങളെ വിളിക്കാതെന്നാണ് ചോദിച്ചു പലരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഥ ഈ സമൂഹം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. P ഹരിഗോവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. PA സെബാസ്റ്റ്യൻ, TK എവുജിൻ, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, KV വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും KPSTA സംസ്ഥാന പ്രസിഡന്റ് VK അജിത് കുമാർ നിർവഹിച്ചു. അലോഷ്യസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ S സന്തോഷ് കുമാർ, KC രാജൻ എന്നിവർ മുഖ്യാതിഥികളായി. GK ഗിരീഷ്, അലോഷ്യസ് ജോർജ്, NM തോമസ്, ഗിരിജ GK, KO രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സാമൂഹ്യനീതി വകുപ്പ് സംസ്ഥാന വികലാംഗ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ചീമേനിയിൽ ഭിന്നശേഷിക്കാർക്കായി ഭിന്നശേഷി ഉപകരണ നിർണയ ക്യാമ്പ് നടത്തി. P കരുണാകരൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാട്ടുപാടിയും മറ്റും തങ്ങളുടെ കഴിവ് തെളിയിച്ച് ഭിന്നശേഷിക്കാർ സദസ്സിന്റെ ശ്രദ്ധ നേടി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഭിന്നശേഷിക്കാർക്കു വേണ്ടിയാണ് ക്യാമ്പ് നടത്തിയതെങ്കിലും ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് വരെ ഭിന്നശേഷിക്കാർ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തി. എൻഡോസൾഫാൻ ബാധിതരായവർ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. P കരുണാകരൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവരുടെ വല്ലാത്ത കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പോലെ സംസാരിക്കാനും യാത്ര ചെയ്യാനും കേൾക്കാനും കഴിയാത്ത ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരി സഹോദരന്മാർ, അവരെ സഹായിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ്. നിരവധി മേഖലകളിലൂടെ ഈ സഹായങ്ങൾ നൽകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾ ചെയ്യുന്നുണ്ട്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ ചെയ്യുന്നുണ്ട്. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. വികലാംഗ കോർപ്പറേഷൻ ചെയർമാൻ പരശുവക്കൽ മോഹനൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, നീലേശ്വരം നഗരസഭാ ചെയർമാൻ KP ജയരാജൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാധവൻ മണിയറ, K ശകുന്തള, MD അബ്ദുൽ ജബ്ബാർ, VP ഫൗസിയ, PC ഫൗസിയ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് YMC ചന്ദ്രശേഖരൻ, A അമ്പൂഞ്ഞി, അസിനാർ മൗലവി, രതീഷ് പുതിയപുരയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 10ഓളം ഡോക്ടർമാർ പങ്കെടുത്ത ക്യാമ്പിൽ നിർണയിച്ച ഉപകരണങ്ങൾ ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് ക്യാമ്പിന് നേതൃത്വം നൽകിയ M രാജഗോപാലൻ MLA പറഞ്ഞു. ക്യാമ്പിൽ പങ്കെടുത്ത ഭിന്നശേഷിക്കാർ വിവിധങ്ങളായ പരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.
കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കണ്ണപുരത്ത് സ്വീകരണം നൽകി. മാർച്ച് 12-ന് നടക്കുന്ന കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ധർണയുടെ പ്രചാരണാർത്ഥമാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഗൾഫിൽ നിന്നും തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് പുനരധിവാസത്തിന് ആവശ്യമായ സൗകര്യങ്ങളൊരുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുക, കേരളത്തിലെ പ്രവാസി നിധി ബോർഡിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നൽകുക, സമഗ്ര കുടിയേറ്റ നിയമം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കണ്ണപുരത്ത് നടന്ന ജാഥ സ്വീകരണ പരിപാടി കെ.വി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി.ടി. രാജൻ, ഇ.എൻ.പി. അബൂബക്കർ, എം.വി. ബാലകൃഷ്ണൻ, ടി.പി. നാരായണൻ, പി.പി. രാജൻ, എൻ. ശ്രീധരൻ, കെ.വി. ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. തൃക്കരിപ്പൂർ കൊയോങ്കര പയ്യേക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ 3 പതിറ്റാണ്ടിനു ശേഷം നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. വഞ്ചിവീട് മാതൃകയിൽ നിർമ്മിച്ച ഓഫീസ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. 108 ആഴിയും കടന്ന് മലനാട്ടിലെത്തിയ ദേവതമാരാണ് മരക്കല ദേവതമാർ. ഈ വിഭാഗത്തിൽപ്പെടുന്ന നിരവധി തെയ്യക്കോലങ്ങൾ നമുക്കുണ്ട്. മരക്കലമേറി ആര്യനാട്ടിലെത്തി ഐറ്റി ഭഗവതിയും ഉച്ചുളിക്കടവത്ത് ഭഗവതിയും കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ 3 പതിറ്റാണ്ടിന് ശേഷം വിരുന്നെത്തുന്ന കളിയാട്ടത്തിന്റെ ഭാഗമായാണ് മരക്കല പുരാവൃത്തത്തിന്റെ പിൻബലത്തിൽ വഞ്ചിവീട് മാതൃകയിൽ ആകർഷകമായ സംഘാടക സമിതി ഓഫീസ് ഒരുക്കിയത്. ഇരുമ്പ് പൈപ്പിൽ ഫ്രെയിമൊരുക്കി ഫോം ബോർഡ് കൊണ്ട് പൊതിഞ്ഞ വഞ്ചിവീടിന് മുന്നിലായി അരയന്നത്തിന്റെ മാതൃകയുമുണ്ട്. 40 അടിയോളം നീളവും 15 അടി ഉയരത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്ത് 25 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടവും വാതിലും ജനലുകളും ഭംഗിയായി ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള കർട്ടനുകളും വഞ്ചിവീടിനെ ആകർഷകമാക്കുന്നു. വടക്ക് ഭാഗത്തേക്ക് മുഖമിട്ടിരിക്കുന്ന രീതിയിലാണ് ഓഫീസ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. വിനോദ് പെരളത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വഞ്ചിവീട് സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ത്യൻ ഫുട്ബോൾ താരം എം. സുരേഷ് നിർവഹിച്ചു. എം. നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുരേന്ദ്രൻ മാടായി, സുരേഷ് നാരായണൻ, പുരുഷോത്തമൻ, കെ. നാരായണൻ, രാഘവൻ മാസ്റ്റർ, പി. കുഞ്ഞിരാമൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രസിദ്ധമായ മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവം മാർച്ച് 12 മുതൽ 20 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടി മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമെന്ന് പുകൾപെറ്റ പരിപാവനവും പൂരങ്ങളിൽ പ്രഥമവുമായ ശ്രീ തിരുവർക്കാട്ടുകാവ് ഈ വർഷത്തെ പൂരമഹോത്സവം 2019 മാർച്ച് 12 കാർത്തിക നാളിൽ സഹസ്രദീപത്തോടെ തുടക്കം കുറിക്കും. മാർച്ച് 20 വരെയുള്ള ഉത്സവനാളുകളിൽ രാവിലെ തേക്കിനക്കൽ കോട്ടയിലേക്കും തിരിച്ചെഴുന്നള്ളത്തും നടക്കും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് 12 വൈകുന്നേരം 6:30 സഹസ്രദീപം തെളിയിക്കും. തുടർന്ന് ചിറക്കൽ നിതീഷ് അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം, ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് തിരുവാതിരക്കളി, രാത്രി 8:30 നാടകം, മാർച്ച് 14 വ്യാഴാഴ്ച 7 മണിക്ക് തിരുവാതിര, 8 മണിക്ക് പ്രാദേശിക കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ, വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 താവം ശ്രീ കുറുമ്പ വനിതാവേദി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര, തുടർന്ന് സാംസ്കാരിക സമ്മേളനം എന്നിവയും നടക്കും. രാത്രി 8:30 നൃത്തഗാനസുധ, തുടർന്ന് അനാമിക അവതരിപ്പിക്കുന്ന മാജിക്. മാർച്ച് 16 രാത്രി 7:30 ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ. മാർച്ച് 17 ഞായറാഴ്ച 6:45 തിരുവാതിര, 7 മണിക്ക് ചിറ്റൂർ ആനന്ദ അവതരിപ്പിക്കുന്ന തായമ്പക, രാത്രി 8:30 ഭക്തിഗാനസുധ. മാർച്ച് 18 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് തിരുവാതിര, തുടർന്ന് നാടൻപാട്ട്. മാർച്ച് 19 രാത്രി 7 മണിക്ക് പ്രശസ്ത വാദ്യകലാകാരൻ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക, രാത്രി 9 മണിക്ക് തിരുവനന്തപുരം കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന പുരാണ നാടകം. മാർച്ച് 20 ബുധനാഴ്ച രാവിലെ 6 മണിക്ക് പുറത്തെഴുന്നള്ളിപ്പ്, 7 മണിക്ക് കോട്ടയിൽ എഴുന്നള്ളിപ്പ്, തുടർന്ന് വടുകുന്ത ശിവക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ്. 8:30 ചരിത്രപ്രസിദ്ധമായ വടുകുന്ത തടാകത്തിൽ പൂരംകുളി ആറാട്ട് എന്നിവയും നടക്കും. പൂരനാളിൽ രാവിലെ 9 മണി മുതൽ 12 മണി വരെ പൂരക്കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. പഴയങ്ങാടിയിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ ഭാസ്കരൻ മാസ്റ്റർ, KVN ബൈജു, നാരായണ പിടാരർ തുടങ്ങിയവർ സംബന്ധിച്ചു. അറിവിന്റെ അനന്തസാധ്യതകൾ പാഠപുസ്തകത്തിനപ്പുറം നമുക്ക് ചുറ്റുമുണ്ടെന്ന തിരിച്ചറിവ് പകർന്നു നൽകി കോറോം ദേവി സഹായം UP സ്കൂളിൽ സഹവാസ ക്യാമ്പ് നടന്നു. പാചകം ചെയ്തും സാഹസിക പരിശീലനത്തിൽ പങ്കെടുത്തതുമെല്ലാം ക്യാമ്പംഗങ്ങൾക്ക് വേറിട്ട അനുഭവമായിരുന്നു. ഒരു കാര്യം ചെയ്യുന്നതിനപ്പുറം അത് കൂടിച്ചേർന്ന് ചെയ്യുമ്പോഴുള്ള ഒരു സുഖവും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഉള്ളൊരു അനുഭവം അവർക്ക് ഉണ്ടാവുന്നത് അതിലൂടെയാണ്. അപ്പം വീട്ടിൽ നിന്ന് സാധാരണ രക്ഷിതാക്കൾ ഇതിനൊന്നും അനുവദിക്കുന്നില്ല. ഈ ഒരു പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അവർക്ക് വീട്ടിലില്ല. അറ്റ്ലീസ്റ്റ് പാത്രം കഴുകാനോ, നമ്മൾ അവരവർ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാനോ ഒന്നിനും ഇന്ന് അവസരമില്ല. അപ്പോൾ അതിനപ്പുറം ഇവിടെ വന്ന് അതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കോറോം ദേവി സഹായം UP സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടന്ന സഹവാസ ക്യാമ്പിലെ അംഗങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായം കൊണ്ട് തന്നെ പറയാം, ക്യാമ്പ് കുട്ടികൾക്ക് ഏറെ ഗുണകരമായെന്ന്.
കഴിഞ്ഞ 10 വർഷമായി ഈ സ്കൂളിൽ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. പ്രധാനമായും പാഠപുസ്തകത്തിന് പുറത്തുള്ള അറിവ് പകർന്നു നൽകുക, കൂടാതെ കുട്ടികളിൽ ആത്മവിശ്വാസവും പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും പകർന്നു നൽകുക കൂടി ലക്ഷ്യമിട്ടാണ് സ്കൂളിലെ 250ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ച് സ്കൂളിൽ സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ മുതൽ നടന്ന പാചകം ചെയ്യൽ ഏറെ ആകർഷകമായാണ് നടന്നത്. കുട്ടികൾ തന്നെ മുൻകൈയെടുത്ത് വിറകടുപ്പുണ്ടാക്കി പച്ചക്കറി അരിഞ്ഞ് വിവിധതരം വറവുകളും ഉപ്പുമാവും ഉണ്ടാക്കി. എണ്ണയൊഴിച്ചും കടുകു വറുത്തും പാചകത്തിലെ വിവിധ ഘട്ടങ്ങൾ ഇവർക്ക് അറിവ് നൽകി. തങ്ങളുടെ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുവാൻ എത്ര കണ്ട് അമ്മമാർ കഷ്ടപ്പെടുന്നു എന്നതെല്ലാം കുട്ടികൾ ഈ ക്യാമ്പിൽ നിന്നും അടുത്തറിഞ്ഞു. അമ്മമാരെല്ലാം അനുഭവിക്കുന്ന കഷ്ടപ്പാടും തീയും പുകയും കൊണ്ടിട്ടില്ല ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മ ആ കറി വേണ്ട ഈ കറി വേണ്ട നമുക്കത് ആക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി. ഇത് നല്ലൊരു പരിപാടിയായിന്. പാചകം കൂടാതെ സ്കൂൾ മുറ്റത്തെ ആൽമരച്ചുവട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാഹസിക പരിശീലന ക്യാമ്പും ശ്രദ്ധേയമായി. പട്ടാളക്കാരെ പോലെ വലക്കുള്ളിലൂടെ നുഴഞ്ഞു നീങ്ങുന്നതും വടത്തിലൂടെയും ഇരുമ്പ് പൈപ്പിലൂടെയും ബാലൻസ് ചെയ്ത് നടക്കുന്നതും സൈക്കിൾ അഭ്യാസവുമെല്ലാം ക്യാമ്പിൽ കുട്ടികൾ പരിശീലിച്ചിരുന്നു. ക്യാമ്പിൽ നടന്ന സാഹസിക പ്രവർത്തനങ്ങൾ ഇവർക്ക് പുത്തൻ അനുഭവമായെന്നാണ് ഇവർ പറയുന്നത്. ഓട്ടം ചാട്ടെല്ലാം നമുക്ക് ഈ ക്യാമ്പ് വഴി ചെയ്യാനാകുന്നുണ്ട്. ഇപ്പം ഈ മരത്തിനോട് കയറിൽ കയറിലേക്ക് കൂടെ നടന്നു പോലും അതെല്ലാം നമുക്കിപ്പോൾ ക്യാമ്പിന് വന്നാൽ പിന്നെ ചെയ്യാനാകുന്നുണ്ട്. ആരോഗ്യം കിട്ടിയായിരുന്നു തോന്നുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതൽ സയൻസും സോഷ്യലും കണക്കും എല്ലാം ഉണ്ടായിനി. ഇന്ന് സാഹസിക പ്രവർത്തനവും കുക്കറിയും ഉണ്ടായിനി. എന്തുകൊണ്ട് നല്ലൊരു ക്യാമ്പാണ്. അതിനപ്പുറത്തുള്ള കുറേ അറിവ് ഈ ക്യാമ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചു. നമുക്ക് കരുത്തും ഊർജവും ഈ ക്യാമ്പ് നൽകുന്നുണ്ട്. ഈ ക്യാമ്പ് എന്തുകൊണ്ടും വളരെ നല്ലൊരു ക്യാമ്പായിരുന്നു. 7ാം തരത്തിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ താമസിച്ചാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. 16ഓളം ഗ്രൂപ്പുണ്ടാക്കി ഗ്രൂപ്പ് ഓരോന്നിനും ഓരോ അധ്യാപകരെയും ചുമതല നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്ന് അധ്യാപകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. ചീമേനി GHSSൽ കുടിവെള്ള കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളം ഇതിൻ്റെ പ്രാധാന്യമോ പ്രസക്തിയോ നമുക്കിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ബോധ്യമാണ്. ആ കുടിവെള്ള വിതരണ പദ്ധതി എന്നുള്ള നിലക്കാണ് ഇവിടെ ചീമേനി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. തീർച്ചയായും ഇതിൻ്റെ ഉള്ളൊരു പ്രത്യേകത, ഇനി ജാതിയോ മതമോ പാർട്ടിയോ ഒരു കൊടിയുടെ ഒന്നും അതിർവരമ്പില്ല. ഇതെല്ലാം ഒരു പൊതു ആവശ്യവും പൊതു വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കടുത്ത ചൂടിൽ വിദ്യാലയത്തിലെത്തുന്ന കുട്ടികൾക്ക് ആശ്വാസമേകാനാണ് ഖത്തർ KMCC തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുടിവെള്ള കേന്ദ്രം ആരംഭിച്ചത്. കുട്ടികൾ ചെറിയ ബോട്ടിലുകളിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. ഇത് വേനൽക്കാലത്തെ ദാഹമകറ്റാൻ പര്യാപ്തമാകുന്നില്ല. ഈ അവസ്ഥ കണ്ടറിഞ്ഞാണ് ഇങ്ങനെയൊരു കേന്ദ്രം സ്ഥാപിച്ചത്. മനോഹരമായാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. വെള്ളത്തിന്റെ പ്രാധാന്യം എടുത്തുപറയുന്ന ചിത്രങ്ങൾ ഭിത്തിയിൽ പതിപ്പിച്ചിട്ടുണ്ട്. 2 ടാപ്പുകളും 2 ഗ്ലാസുകളുമുണ്ട്. ചടങ്ങിൽ മുസ്ലിം ലീഗ് ചീമേനി മണ്ഡലം സെക്രട്ടറി അസൈനാർ മൗലവി അധ്യക്ഷത വഹിച്ചു. ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ, റഫീഖ് അമാനി, PK അബ്ദുൽ ഖാദർ, ഷഹദുള്ള ചീമേനി, PTA പ്രസിഡന്റ് രാമകൃഷ്ണൻ മാസ്റ്റർ, NM ഷാഹുൽ ഹമീദ്, മുഹമ്മദ് കൂളിയാട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ മുരളി കാങ്കോലി ശിവക്ഷേത്രം സന്ദർശിച്ചു. ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. കാങ്കോൽ ശിവക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ PV ഗോപി, ബോർഡ് മെമ്പർ PV രാഘവൻ, PV സുരേഷ് കുമാർ, G നിത്യാനന്ദ കമ്മത്ത്, KV പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാങ്കോൽ ശിവക്ഷേത്രക്കുളം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കമ്മീഷണർ ക്ഷേത്രം ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി. വെള്ളൂർ പുതിയ തെരു ശ്രീ അഞ്ചാരെ വീട്ടിൽ തറവാട്ട് കളിയാട്ടം ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു. മാർച്ച് 23, 24 തീയതികളിൽ കളിയാട്ടം നടത്താൻ തീരുമാനിച്ചതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 23 തെരഞ്ഞെടുപ്പ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് 7 ഘട്ടമായി നടക്കും. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ അനശ്വരതയിലേക്ക്.
സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു. ഏത് എതിർപ്പുകൾ ഉണ്ടായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമെന്ന് വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ. പാപ്പിനിശ്ശേരിയിലെ കണ്ടൽ പാർക്ക് വീണ്ടും തുറക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. വികസന കുതിപ്പിൽ മലയോരം. ഈസ്റ്റ് എലേരി പഞ്ചായത്തിൽ മാത്രം LDF സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചത് 150 കോടിയോളം രൂപ. ഗ്രാമവിശുദ്ധിക്ക് നിറച്ചാർത്തറിയിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ മറ്റൊരു പൂരക്കാലം കൂടി പടികടന്നെത്തുന്നു. പൂരോത്സവത്തെ വരവേൽക്കാൻ പൂരപ്പൂക്കളും മെഴി തുറന്നു. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.